ശ്രദ്ധിക്കുക. എല്ലാവരും കൺഫെഷൻ റൂമിൽ വന്ന് എലിമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളെ നോമിനേറ്റ് ചെയ്യുക. അമ്മ, ഇത്തവണ ആര് പുറത്തു പോകാനാണ് നോമിനേറ്റ് ചെയ്യുന്നത്? പിള്ളേരുടെ അച്ഛനെയാണ് ഞാൻ എലിമിനേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാരണം, കിച്ചൻ്റെ കാര്യത്തിൽ ഭയങ്കര മോശമായിട്ടാണ് ഇടപെടുന്നത്. പിന്നെ വൃത്തി, അത് പറയാതിരിക്കാൻ പറ്റില്ല, ഒട്ടും വൃത്തിയില്ല. ഭക്ഷണം വായിൽ വെക്കാൻ കൊള്ളില്ല. എൻ്റെ അഭിപ്രായത്തിൽ മുത്തച്ഛനെ ഔട്ടാക്കണം എന്നാണ് ബിഗ് ഹൗസ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ആളുടെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഭയങ്കര ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് ആൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരാളെ ഈ ഒരു ഗെയിമിൽ തൊടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമില്ല. കൊച്ചുമോൻ, അവൻ ക്യാപ്റ്റൻ ആയതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ, വളരെ അധികാരത്തോടെയാണ് എല്ലാവരോടും പെരുമാറുന്നത്. അവനെ എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും മോശം തോന്നുന്ന അച്ഛൻ്റെ പ്രകടനമാണ്. അമ്മ ചെയ്യുന്ന വർക്കിൻ്റെ പകുതി പോലും ഒരു എഫേർട്ട് എടുക്കുന്ന പോലെ തോന്നിയില്ല. ഭയങ്കര മടി കാണിക്കുന്നൊക്കെ പോലെ. അദ്ദേഹം പോട്ടെ, അദ്ദേഹം പോകുന്നതാണ് നല്ലത്. അദ്ദേഹത്തെ കൊണ്ടൊരു ഉപയോഗമില്ല. ഞാൻ എന്നെ തന്നെ എലിമിനേറ്റ് ചെയ്യുക ബിഗ് ബോസ്. മടുത്ത്. എനിക്ക് പോയിട്ട് ഭക്ഷണം എന്തെങ്കിലും ഒന്ന് കഴിക്കണം. ശ്രദ്ധിക്കുക, ആർക്കും സ്വയം നോമിനേറ്റ് ചെയ്യാൻ സാധ്യമല്ല. ആ, എന്നാ അവളെ വിടാവോ? 45-ാം ദിവസം വൈകിട്ട് 6 മണി. ശ്രദ്ധിക്കുക, ഈ ആഴ്ച നോമിനേഷൻ ലിസ്റ്റിൽ വന്നവർ: അച്ഛൻ, മകൻ, നിങ്ങളിൽ ഈ ആഴ്ച ബിഗ് ഹൗസിൽ നിന്നും വിട്ടുപോകുന്നത് അച്ഛൻ. സാധനങ്ങളുമായി പുറത്തോട്ട് വരിക. സമയം രാത്രി 8 മണി. ഷർട്ടിയുള്ളൂ. പിന്നെ ചത്താലും നിന്റെ അമ്മയെ ജയിപ്പിക്കില്ല, അതായത് എൻ്റെ ഭാര്യയെ. അച്ഛാ, നീ ആരച്ഛൻ്റെ കാലിൽ കുഴമ്പ് തേച്ച് തരും? അച്ഛനെ പൊന്നുപോലെ നോക്കണടാ. അവിടെ ഇരുന്ന് കരഞ്ഞു. പോവാ, നമുക്ക് പുറത്ത് കൂടാ. പുറത്ത് കൂടാണോ? നീ ഇത് കഴിഞ്ഞ് അങ്ങോട്ടല്ലേ വരുന്നേ? എന്നാ ഷോയാണോ? അപ്പൊ പോവാട്ടോ. വിളിക്കണേ. സോറി, വിളിക്കാൻ പറ്റില്ലല്ലോ അല്ലേ?